ശബരിമലയിൽ വീണ്ടും വീണ്ടും ടെസ്റ്റ് എത്തോരം ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് എല്ലാം ഹിന്ദു ക്ഷേത്രത്തിലല്ലേ വരുന്നുള്ളൂ. ഒരു ക്രിസ്ത്യ പള്ളിയിലോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു ചർച്ചിലോ മോസ്കിലോ ഒന്നും ഇത് വരുന്നില്ലല്ലോ. ഇവിടെ ഹിന്ദുവിൻ്റെ ക്ഷേത്രമാകുമ്പോൾ അടിച്ചുകൊണ്ട് പോകാൻ, കൊള്ളയടിക്കുക, എന്തും ചെയ്യാം. ഇപ്പോഴിതാ ഒരു ദേവദൂത് മണി, ഡി മണി, ദുബായ് മണി, ദാവൂദ് മണി, ഡാർക്ക് മണി, പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മണി എന്ന് പറയുന്നത് വിളിപ്പേരാണെന്നാണ് പറയുന്നത്. ഒരു മണി രംഗത്ത് വന്നിട്ടുണ്ട്. മണി അടിക്കാനായിട്ട്, മണിയെ പിടിക്കാനായിട്ട് SIT സംഘം ചെന്നൈ പോയിട്ടുണ്ട്. വേറൊരു സംഘം ബെല്ലാരിയിലും പോയിട്ടുണ്ട് ഈ സ്വർണം എടുക്കാനായിട്ട്. അപ്പോഴാണ് രമേശ് ചെന്നിത്തല ഒരു ചോദ്യം ചോദിക്കുന്നു, പിണറായി വിജയൻ്റെ ചെവിയിൽ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ എന്താണ് ഓതിയത്? അപ്പോഴാണ് ശിവൻകുട്ടി പറയുന്നത്, ഏത് ടൈപ്പ് നൂലാണ്, അല്ലെങ്കിൽ സ്വർണ്ണ നൂലാണോ മഞ്ഞ നൂലാണോ സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയത്? ചുരുക്കത്തിൽ BJPയുടെ വലിയ നേതാക്കളെ പേര് മാത്രമേ ഇനി പുറത്ത് വരാതെ ഉള്ളൂ. ഇനി ആ ഉന്നതൻ ആര് എന്നുള്ളത് ഇനി സംശയമുണ്ട്. അതിനിപ്പോൾ ഈ പറയുന്ന ഉന്നതൻ ഇനി BJPക്കാരനാണോ, അതോ പിണറായി വിജയനാണോ, ശിവൻകുട്ടിയാണോ, കടകംപള്ളി സുരേന്ദ്രനാണോ, പത്മകുമാർ തന്നെയാണോ? ആരാണ് ഈ പണം വാങ്ങിയ ഉന്നതൻ? അതിന് ഗോവിന്ദമാഷാണോ? തിരുവനന്തപുരത്തുള്ള ഏത് പാർട്ടിക്കാരനാണ്? അതും ഇനി തന്ത്രിയാണോ? ആരാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ പഞ്ചലോക വിഗ്രഹം കൊടുക്കുന്നതിന് പണം വാങ്ങിയത്? പക്ഷെ അതിനകത്തൊരു ചെറിയ ഹിച്ചുള്ളത്, 2000 രൂപയുടെ നോട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന സമയത്ത് 2000 രൂപ നോട്ട് നിരോധിച്ചു. എന്നാലും കൊടുക്കാം. ശ്രീശ്രീബയെ കൊണ്ടുപോയ 2000 നോട്ട് മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ വലിയ തോതിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. എന്തായാലും CBI ഏറ്റെടുക്കണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ ഒരു പ്രശ്നം, ഇത് CBI ഏറ്റെടുത്താലുണ്ടാകുന്നൊരു പ്രശ്നം വീണ്ടും കുഴയും. ഇത് വേണമെങ്കിൽ ഇഴഞ്ഞഴിഞ്ഞ് പോകും. അതുകൊണ്ട് CBI ഏറ്റെടുക്കുകയാണെങ്കിൽ ഹൈക്കോടതി CBIക്ക് കൊടുക്കുകയാണെങ്കിൽ ഡെഡ് ലൈൻ വെക്കണം. കോടതിയുടെ മേൽനോട്ടത്തിൽ CBI നോക്കണം. ഇപ്പോൾ SIT നോക്കുന്ന പോലെ കോടതിയുടെ മേൽനോട്ടത്തിലല്ലാതെ CBI ഏൽപ്പിച്ചാൽ അവർ കൂട്ടിലടച്ച തത്തയെ പോലെ കൂട്ടിക്കിടന്ന് കളിക്കേ ഉള്ളൂ. ഒരു കാര്യവും കണ്ടുപിടിക്കാൻ പോണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കണ്ടുപിടിക്കില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹിന്ദുക്കൾ ഇതൊക്കെ മറന്നു പോകും. ആർമി ബാബുവിൻ്റെ വഴിക്ക് പോകും. ശശികല ടീച്ചറിൻ്റെ വഴിക്ക് പോകും. വിജി തമ്പിയുടെ വഴിക്ക് പോകും. 4 വഴിക്ക് പോകും. ഒന്നും സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ട് CBI ഏൽപ്പിച്ചുകൊണ്ട് മാത്രം തീരില്ല. പക്ഷേ CBI ഏൽപ്പിച്ചാൽ മാത്രമേ ഇന്റർപോളിനെ കണക്ട് ചെയ്യാൻ പറ്റൂ. 7 രാജ്യങ്ങളിലേക്ക് സ്വർണം പോയിരിക്കുകയാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യണം. ഇറ്റലിയിലേക്ക് പോയിരിക്കുകയാണ് പുരാവസ്തുവൊക്കെ. അപ്പോൾ അത് കണക്ട് ചെയ്യണമെങ്കിൽ CBI ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. ഇന്റർപോളിനെ കളക്ട് ചെയ്യണമെങ്കിൽ ഇന്റർപോൾ വരണം എന്നുള്ളത് നിയമപരമായി ഇപ്പോൾ പറയാവുന്നൊരു കാര്യമല്ലെങ്കിൽ നൈതികമായും ധാർമ്മികമായും ഇന്റർപോൾ വന്നാലേ ഇത് തീരുകയുള്ളൂ ഈ കേസ്. അപ്പോൾ ശബരിമല വിഷയം വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. SITയിൽ മാത്രം നിൽക്കത്തില്ല. അപ്പോഴാണ് 2 IPSകാർ, P വിജയനും ശ്രീജിത്ത് IPS എന്ന് പറഞ്ഞ 2 IPSകാരും കൂടി ഇതിനകത്ത് കയറി വന്നിരിക്കുന്നത്. KP ശങ്കർദാസിൻ്റെ മകൻ ഹരിശങ്കറിൻ്റെ പേരും, അപ്പോൾ 3 IPSകാരുടെ പേരും കൂടി ഇതിനകത്ത് വ്യക്തമായി കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി പുകയായിട്ടുണ്ട്. ശബരിമല ചക്ക കുഴയും പോലെ, അരവണ പായസം പോലെ കുഴഞ്ഞു വരുന്നു. അപ്പോഴാണ് ഞാനൊരു വിഷയം അറിഞ്ഞത്. ഒരു ശബരിമലയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറയുന്നു, ഉച്ചയ്ക്ക് പറഞ്ഞത്, ആ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇൻ്റർവ്യൂ ഇടാം. അദ്ദേഹം പറഞ്ഞത് അരവണയുടെ മുകളിൽ ശർക്കരയും അതുപോലത്തെ അരിയും ഒക്കെ താഴെ മൈദ അടിച്ച് കയറ്റും അരവണയിൽ. എന്തൊരു നാടാണ് ശബരിമല. അരവണ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ അതിൽ ഒരു നുള്ള് അരവണ, ഒരു നുള്ള് കയ്യിലെടുക്കുന്ന ഒരു മഞ്ചാടി അരവണ കഴിച്ചാൽ പോലും പുണ്യം കിട്ടും, മോശം കിട്ടുമെന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ വളരെ ആവേശത്തോടെ കഴിക്കുന്നത് ഈ മൈദയാണല്ലോ എന്നാലോചിക്കുമ്പോൾ, ദുഷ്ടന്മാരെ, നിങ്ങളുടെ 7 തലമുറ നശിച്ചാലും നീയൊന്നും ഗുണം പിടിക്കാതെ പോട്ടെ.